ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1087/26. ഈ പരീക്ഷ എഴുതിയവർക്കൊക്കെ അറിയാം അല്ലെ, 1087/26 കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള സഹകരണവുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും. അപ്പൊ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ പരീക്ഷ, നമ്മുടെ CACB എക്സാം സക്സസ് ആകുന്നതിൽ അല്ലെങ്കിൽ ആ എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിൽ വളരെ അവിഭാജ്യമായ ഒരു ഘടകം തന്നെയാണ് എന്തെന്ന് പറയുക, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാധാരണ കുട്ടികൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഉത്തരം പഠിക്കുന്നു, പോകുന്നു. അങ്ങനെയല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും കൂടെ നമുക്ക് പഠിക്കണം. ക്വസ്റ്റ്യൻ ചുമ്മാ വായിച്ച് അല്ലെങ്കിൽ ബുക്കുകളുടെ എഴുതിയല്ല ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആൻസർ മാർക്ക് ചെയ്യുകയല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു പോയിന്റ് പഠിക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നു, ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് ചർച്ച ചെയ്ത് വേണം പോകാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ PYQs പഠിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ഞാൻ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. KCMMF was formed in the year 1980 as a state adjunct of the National Dairy Program known as. ഇവിടെ പറയുന്നുണ്ട് KCMMF അല്ലെ. എന്താണ് KCMMF എന്ന് പറഞ്ഞാൽ? KCMMF, കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മിൽമ. കേട്ടില്ലേ മിൽമ എന്ന്? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിൽമ രൂപീകരിക്കപ്പെട്ടത് 1980-ലാണ്. അത് ഏതോ ഒരു നാഷണൽ ഡയറി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചതാണ്. അപ്പൊ ആ നാഷണൽ ഡയറി പ്രോഗ്രാം എന്തെന്നാണ് നമ്മുടെ ചോദ്യം. ക്ലിയർ എന്താ ഞാൻ പറഞ്ഞ? KCMMF 1980 നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ചു, ഫോം ചെയ്തു. അത് ഏതോ ഒരു നാഷണൽ ഡയറി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് അത് രൂപീകരിക്കുന്നത്. ആ നാഷണൽ ഡയറി പ്രോഗ്രാം ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എയിൽ പറഞ്ഞു ക്യാറ്റിൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ബിയിൽ പറഞ്ഞു RIDF അല്ലെ, ഓപ്ഷൻ സിയിൽ പറയുന്നത് ആപ്കോസ്, ഓപ്ഷൻ സിയിൽ പറയുന്നു ആപ്കോസ്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഓപ്പറേഷൻ ഫ്ലഡ്. അപ്പം ക്യാറ്റിൽ ഡെവലപ്മെന്റ് പറയുന്നുണ്ട്, RIDF, ആപ്കോസ്, ഓപ്പറേഷൻ ഫ്ലഡ്. ഏതാണ് ആൻസർ വരിക? ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലെ, ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ്, ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് മിൽമ രൂപീകരിക്കപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഓപ്പറേഷൻ ഫ്ലഡ് അവിടെ നിൽക്കണം. നമുക്ക് അത് KCMMF-നെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, KCMMF-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പറേഷൻ ഫ്ലഡിലേക്ക് പോകാം. അപ്പൊ അവിടെ ഒരു പോയിന്റ് അവർ ഓൾറെഡി പറഞ്ഞു. KCMMF രൂപീകരിക്കപ്പെട്ട വർഷം 1980-ലാണ്. ആ പോയിന്റ് പറഞ്ഞു. പോയിന്റ് നമ്പർ 2 പഠിക്കണം. KCMMF അല്ലെങ്കിൽ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, ഓൾസോ നോൺ ആസ് മിൽമ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് അല്ലെ. അങ്ങനെ പറഞ്ഞാലേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയൂലേ, മിൽമ. നമ്മൾ എപ്പോഴും അത് കുഞ്ഞുനാൾ തൊട്ട് ഈ പേര് കേൾക്കുന്ന മിൽമ അല്ലെ. ഇനി അടുത്തതായിട്ട് KCMMF അല്ലെങ്കിൽ മിൽമയുടെ ഹെഡ് ക്വാർട്ടർ എവിടാന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, തിരുവനന്തപുരം, ട്രിവാൻഡ്രത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത് പറഞ്ഞു. ഈ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം അത് എത്രയായിട്ടാണ്? 3 ഫേസ് ഉണ്ട് അതിന്. അതിലെ സെക്കൻഡ് ഫേസിലാണ് എന്ത് രൂപീകരിക്കപ്പെടുന്നത്? നമ്മുടെ KCMMF രൂപീകരിക്കപ്പെടുന്നത് എന്നോർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന് ഡയറിയുമായി ബന്ധപ്പെട്ട ഡയറി കോഓപ്പറേറ്റീവ്സിനെ നമ്മൾ 3 ടയറിലാണ് പഠിക്കുക അല്ലെ. 3 ടയറിലാണ്. അപ്പെക്സ് വരുന്നുണ്ട്, സെൻട്രൽ അല്ലെങ്കിൽ മിഡിൽ ലെവലോണം വരുന്നുണ്ട്, പ്രൈമറി ഒരെണ്ണം വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പെക്സ് വരുന്നുണ്ട്, മിഡിൽ വരുന്നുണ്ട്, പിന്നെ പ്രൈമറിയും വരുന്നുണ്ട്. അപ്പെക്സിൽ എന്താണ് വരിക? KCMMF അല്ലെ, കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. സെൻട്രൽ ലെവലിൽ വരുന്നത് RCMPU എന്ന് പറയും, റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണ് അല്ലെ, RCMPU. ഏറ്റവും താഴെത്തട്ടിൽ പ്രൈമറി ലെവലിൽ വരുന്ന ആപ്കോസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ല മക്കളെ? ക്ലിയർ അല്ല? എന്തൊക്കെ ഞാൻ പറഞ്ഞത്? ഏറ്റവും ടോപ്പ് ലെവൽ അപ്പെക്സിൽ KCMMF അല്ലെങ്കിൽ മിൽമ വരുന്നുണ്ട്. സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ മിഡിലായിട്ട് RCMPU വരുന്നുണ്ട്. ഏറ്റവും അണ്ടറിലായിട്ട് ആപ്കോസും വരുന്നുണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ച്. ഓക്കെ, ഞാൻ ആദ്യം അവിടെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, വർഷം പറഞ്ഞു 1980 എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഡേറ്റും അതുപോലെ തന്നെ മാസം കൂടെ അത് പറഞ്ഞു, ഞാനത് വിട്ടുപോയി, അതൊരു പറഞ്ഞേക്കാം. 21
1980 കേട്ടോ. ജസ്റ്റ് 1980 ഞാൻ ആദ്യം പറഞ്ഞുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പ് ലെവൽ KCMMF, സെൻട്രൽ ലെവൽ അല്ലെ മിഡിൽ ലെവൽ RCMPU വരുന്നുണ്ട്, ഏറ്റവും അണ്ടറിലായിട്ട് ആപ്കോസ് പ്രൈമറി ലെവലിൽ വരുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. അത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കറിയാം ഈ മിൽമ എന്ന് അല്ലെങ്കിൽ KCMMF എന്ന് പറഞ്ഞുള്ള ഒരു അപ്പെക്സ് ലെവലിൽ വരുന്ന ഫെഡറേഷൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ലെവൽ ഫെഡറേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു RCMPUവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. എന്താണ് RCMPU എന്ന് പറഞ്ഞാൽ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണ് എന്തെന്ന് പറയുക, RCMPU എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. RCMPU നിങ്ങൾ പഠിച്ചിരിക്കണം, RCMPU പഠിക്കണം. അപ്പൊ RCMPUമായി ബന്ധപ്പെട്ട നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. 3 RCMPU ആണ് നമുക്കുള്ളത്. എത്ര RCMPUs ഉണ്ട്? 3 എണ്ണമാണ് നമുക്ക് RCMPUസിന്റെ അണ്ടറിൽ വരുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, എവിടെയൊക്കെയാണ് വരിക എന്ന് ചോദിച്ചാൽ ഒന്ന് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, പിന്നെ എറണാകുളത്ത് വരുന്നുണ്ട്, പിന്നെ കോഴിക്കോടും വരുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ. ആപ്കോസ് നമ്മൾ പഠിക്കാനുണ്ട്. ഇനി ആപ്കോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ വരുന്നു ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഈ ആപ്കോസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അതും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആപ്കോസും കൂടെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ പ്രൈമറി ലെവലിൽ വരുന്ന അല്ലെങ്കിൽ ബേസ് ലെവലിൽ വരുന്നതാണ് ആപ്കോസ്. അല്ലെങ്കിൽ ആപ്കോസിന്റെ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ പ്രൈമറി മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയാം. പ്രൈമറി മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാമെന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഈ ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എത്ര എണ്ണമാണ് നമുക്ക് RCMPU വരിക. RCMPU 3 എണ്ണം. തിരുവനന്തപുരം വരുന്നുണ്ട്, എറണാകുളം വരുന്നുണ്ട്, കോഴിക്കോടും വരുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്. ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്, അതും കൂടെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഒരു തവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ് NDDB. NDDB നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ NDDB ആണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ്? NDDB ആണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, അത് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്മുടെ ഈ മിൽമയുടെ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്. അതിന്റെ ബ്രാൻഡ് നെയിം എന്ന് വെച്ചാൽ റിഫ്രഷ് ആണെന്ന് ഓർത്ത് വെച്ച് കേട്ടോ. റിഫ്രഷ് ഇസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ഫ്രൂട്ട് ജ്യൂസ് മാർക്കറ്റഡ് ബൈ മിൽമ. അത് ഓർത്ത് വെച്ചേക്കണേ. പിന്നെ ക്ഷീര സന്ദേശം കേട്ടോ. ക്ഷീര സന്ദേശം എന്താണ്? മിൽമയുടെ പബ്ലിക്കേഷൻ ആണ് ക്ഷീര സന്ദേശം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതിൽ പ്രൊഡക്ഷൻ ബോണസ് എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുമായിട്ടാണ്? ഡയറി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്തെന്ന് പറയുക, പ്രൊഡക്ഷൻ ബോണസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അതും ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൊഡക്ഷൻ ബോണസ് ഡയറി സൊസൈറ്റീസ് ആണെങ്കിൽ അവിടെ ചോദിക്കാം പർച്ചേസ് ബോണസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പർച്ചേസ് ബോണസ് എന്ന് പറഞ്ഞാൽ അത് കൺസ്യൂമർ സംഘങ്ങളുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. എന്താണ്? കൺസ്യൂമർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ആ പർച്ചേസ് ബോണസ്. ഡയറി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ് പ്രൊഡക്ഷൻ ബോണസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഹരിയാനയിലെ കർണാലാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ, ഹരിയാന. ഇനി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഹൈദരാബാദ് അല്ലേ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നമുക്ക് അതിലേക്ക് പറയാം കേട്ടോ. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് മനസ്സിലാക്കേണ്ടതാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാവുന്നതാണ്. ഇനി നിങ്ങൾ ഓർക്കുക, വേൾഡ് മിൽക്ക് ഡേ ചോദിച്ചിട്ടുണ്ട്. June 1 ആണ് കേട്ടോ. വേൾഡ് മിൽക്ക് ഡേ June 1 ആണെന്ന് ഓർത്ത് വെച്ചത്. വേൾഡ് മിൽക്ക് ഡേ June 1 എന്ന് ഓർത്ത് വെച്ചേക്കും. പിന്നെ ചോദിക്കാം എന്താണ് നമ്മുടെ മിൽമയുടെ സ്ലോഗൻ അല്ലെങ്കിൽ മിഷൻ? ഫാർമേഴ്സ് പ്രോസ്പെരിറ്റി ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? എന്താണ് ഫാർമേഴ്സ്? ഓർത്ത് വെച്ചേക്കുക, ഫാർമേഴ്സ് പ്രോസ്പെരിറ്റി ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ സ്ലോഗൻ ഓഫ് മിൽമ എന്ന് ഓർത്ത് വെച്ചേക്കുക. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ചോദിക്കാം ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? S. നാഗരാജൻ ആണ്. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് MD ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും നമ്മളോട് ചോദിക്കാവുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷീരസന്ദേശം. ഞാൻ പറഞ്ഞു ക്ഷീരസന്ദേശം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മിൽമയ്ക്ക് ഒരു ചീസ് പ്ലാന്റ് ഉണ്ട്, അത് ഇടുക്കിയിലാന്ന് ഓർത്ത് വെച്ചേക്കുക. എവിടെയാണ്? ഇടുക്കിയിൽ ചീസ് പ്ലാന്റ് ഉണ്ട്, അത് ഇടുക്കിയിലാന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവരുടെ പ്രോഡക്ട്സുകളെ കുറിച്ച് ചോദിക്കാം. റീഫ്രഷ് ഞാൻ പറഞ്ഞു. പിന്നെ ഗോമതി റിച്ച് ഓർത്ത് വെച്ചേക്കുക. ഗോമതി റിച്ച് ഇസ് ദ കാറ്റൽ ഫീഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മിൽമ കേട്ടോ. ഗോമതി റിച്ച്. പിന്നെ ചോക്കോ വൈറ്റ് മിൽമയുടെ പ്രോഡക്റ്റ് ആണ്. സമൃദ്ധി ഗീ എന്ന് പറഞ്ഞ എന്താണ്? മിൽമയുടെ പ്രോഡക്റ്റ് ആണ് കേട്ടെ. ഇനി മിൽമ ഡീലൈറ്റ് പ്ലസ് എന്ന് ചോദിക്കാം. മിൽമ ഡീലൈറ്റ് പ്ലസ്, മിൽമ എന്നുള്ള പേര് അതിൻ്റെ അത് വരുന്നത് കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അപ്പോൾ തന്നെ എന്താണ് അതിന്റെ ആൻസർ കിട്ടും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പൊ NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലേക്കാണ് നമ്മൾ വരിക. ആ NDDB എവിടെയാണ് NDDBയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് ചോദിച്ചാൽ അത് ആനന്ദാണ് കേട്ടോ. ഗുജറാത്തിലെ ആനന്ദിലാണ് NDDBയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് വരിക. 1965 നമ്മുടെ NDDB നിലവിൽ വരുന്നത്, രജിസ്റ്റർ ചെയ്ത് 26 സെപ്റ്റംബർ 1965 എന്ത് ചെയ്യുന്നത്, ആ NDDB രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ NDDB ആക്ട് വരുന്നത് 1987 1965 NDDB വന്നു. എന്നാൽ NDDBയുമായി ബന്ധപ്പെട്ട NDDB ആക്ട് വരുന്നത് 1987 ഓർത്ത് വെച്ചത് കേട്ടോ. അപ്പൊ NDDBയുടെ ഫൗണ്ടർ ആരായിരുന്നു? വർഗീസ് കുര്യൻ ആയിരുന്നു. അതോടൊപ്പം തന്നെ അമൃത പട്ടേലിന്റെ പേരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കോ ഫൗണ്ടറാണ്. NDDBയുടെ കോ ഫൗണ്ടറാണ് അമൃത പട്ടേൽ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ പിന്നെ പറഞ്ഞു നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാലാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇനിയും പഠിക്കാനുള്ള എന്തിനെ കുറിച്ചാണ് ഓർത്ത് വെച്ചേക്കുക, ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. ഓപ്പറേഷൻ ഫ്ലഡ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. ഓപ്പറേഷൻ ഫ്ലഡ് 3 ഫേസിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നടപ്പാക്കിയിട്ടുള്ളത് കേട്ടോ. ഒറ്റയടിക്കല്ല 3 ഫേസ് എന്തിനുണ്ട്, ഓപ്പറേഷൻ ഫ്ലഡിനുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്കിനി എന്ത് ചെയ്യാം, ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് NDDB എന്ന് പറഞ്ഞ അതിന്റെ ഫേസ് 1 വരുന്ന വർഷം 1970 മുതൽ 1980 വരെയാണ്. 1970 to 80 ഫസ്റ്റ് ഫേസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. 1970 to 1980 വരെയാണ് ഫസ്റ്റ് ഫേസ്. ഇനി ചില പുസ്തകങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു കിടക്കും അല്ലെ. എങ്കിലും ഇത് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. 70 തൊട്ട് 80 വരെ ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് വരുന്നത് എന്താണ്, 80 തൊട്ട് 85 വരെ. തേർഡ് ഫേസ് വരുന്നത് 85 തൊട്ട് 96 വരെ. അപ്പൊ 1970 മുതൽ 1996 വരെയാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം നിലവിൽ വന്നത് അല്ലെ. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത് NDDB, ഞാൻ വീണ്ടും എടുത്തു പറയാണ് NDDB ആണ്. അതിലെ സെക്കൻഡ് ഫേസിലാണ് നമ്മുടെ ഈ എന്താണ് പറയുക, KCMMF മിൽമ ഒക്കെ നിലവിൽ വന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് ഫേസിനെ ഫിനാൻസ് ചെയ്തത്, സാമ്പത്തിക സഹായം നൽകിയത് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ആ വേൾഡ് ഫുഡ് പ്രോഗ്രാമിലൂടെ ആരാണ്, ആ യൂറോപ്യൻ യൂണിയൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഫസ്റ്റ് ഫേസിനെ ഫിനാൻസ് ചെയ്തത്. സെക്കൻഡ് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്, സെക്കൻഡ് ഫേസിന്റെ ഫിനാൻസ് നൽകിയത് ആ വേൾഡ് ബാങ്ക്, ലോക ബാങ്ക് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. അതിന് നാഷണൽ മിൽക്ക് ഗ്രിഡ് അത് ഓർത്ത് വെച്ചേക്ക്. ഓപ്പറേഷൻ ഫ്ലഡ് 2 നാഷണൽ മിൽക്ക് ഗ്രിഡ്, ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയേക്കുക. പിന്നെ എന്താണ്, ആ മെയിൻ ഏജൻസി ഓഫ് ഫിനാൻസ് ഫോർ ദ ഡയറി കോപ്പറേറ്റീവ്സ്, അത് NCDC ആണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചാൽ അത് വർഗീസ് കുര്യൻ ആണ് കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡിന്റെ പിതാവ് ആരാണ്, ആ വർഗീസ് കുര്യൻ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഓർത്ത് വെച്ചേക്കുക നാഷണൽ ഡയറി പ്ലാന്, മിഷൻ മിൽക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്ത് NDDB ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചത്. കുറെ പോയിന്റ്സിൽ ഞാൻ പറഞ്ഞു, NDDBയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ KCMMFുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, RCMBUസിനെ കുറിച്ച് പറഞ്ഞു, ആപ്കോസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിക് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ അപെക്സ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഫണ്ടഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൈമർലി ടു പർച്ചേസ് ഷെയർ ഇൻ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ എ റിസ്ക് ഫണ്ട്, ഓപ്ഷൻ ബി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, റിസർവ് ഫണ്ട്, കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം. ഏതാണോ ആൻസർ വരിക? അപ്പൊ ഈ ഒരു ക്വസ്റ്റിനെ നമ്മൾ കൂടുതലും ഈ കോപ്പറേറ്റീവ് ലോ പഠിക്കുന്നവർക്ക് എളുപ്പത്തിൽ കിട്ടും. കാരണം നോക്കാം, ഒരു ഫണ്ട് സ്പെസിഫിക് ഫണ്ട് എന്നാ പറയുക. സ്പെസിഫിക് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ അപെക്സ് സൊസൈറ്റി. ഒരു അപെക്സ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്പെസിഫിക് ഫണ്ട് അല്ലെ. അപ്പം ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി അപെക്സ് സംഘത്തിന് പണം കൊടുക്കുന്ന ആരാ? സംസ്ഥാന ഗവൺമെന്റ്. നോക്കിയാൽ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ആൻസർ കിട്ടും. എ സ്പെസിഫിക് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ അപെക്സ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഫണ്ടഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് നൽകിയ ഫണ്ട് കൊണ്ട് അപെക്സ് സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. ഇത് പ്രധാനപ്പെട്ടതായിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടു പർച്ചേസ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി അല്ലെ. മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ വേണ്ടിയാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഇതിന്റെ ഉപയോഗം. പ്രൈമർലി ടു പർച്ചേസ് അല്ലെ. പ്രാഥമികമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാനാണ്. ഏതാണ് ആൻസർ വരിക? ഒരു സംശയം വേണ്ട, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. ഏതാണ് ആൻസർ വരിക? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്ന് പറയാം അല്ലെ. മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്ന് പറയാം. ഇപ്പൊ KCS ആക്ടിലാണെങ്കിൽ സെക്ഷൻ 44 ഇതിനെ കുറിച്ച് പറയുക അല്ലെ. നമുക്ക് KCS ആക്ടിലേക്ക് വരുമ്പോൾ
അവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 44 അല്ലേ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് തുടങ്ങി ഞാൻ പറഞ്ഞു, ആ കേസസ് ആക്ടിൽ സെക്ഷൻ 44 പറയുന്നു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്നു. അപ്പെക്സ് സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. സെക്ഷൻ 43 പ്രകാരം ഗവൺമെന്റ് നൽകിയ പണം കൊണ്ടായിരിക്കും. 42 എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സംഘത്തിലെ നേരിട്ടുള്ള പങ്കാളിയാവുന്നു. എങ്ങനെയാണ്? നേരിട്ട് സംഘത്തിൽ പോയി ഷെയർ സബ്സ്ക്രൈബ് ചെയ്താൽ ഗവൺമെന്റ് നേരിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യക്ഷ പങ്കാളി എന്ന് പറയാം. 43 പറയുന്നു എന്താണ്? ആ ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിന് പണം കൊടുത്തുകൊണ്ട് അപ്പെക്സ് സംഘത്തിനെ കൊണ്ട് മറ്റു സംഘങ്ങളുടെ ഷെയർ മേടിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് അവിടെ പരോക്ഷ പങ്കാളി, ഇൻഡയറക്റ്റ് പാർട്ണർ ആവുന്നു. 44 പറയുന്നു ഗവൺമെന്റിൽ നിന്നും വകുപ്പ് 43 പ്രകാരം കിട്ടിയ ഫണ്ട് കൊണ്ട് ഗവൺമെന്റ് അപ്പെക്സ് സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അല്ലെ എസ്റ്റാബ്ലിഷ് ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നു. 3 ഉപയോഗങ്ങൾ. ഒന്നാമത്തെ ഉപയോഗം എന്താണ്? ഡയറക്ട്ലി പർച്ചേസ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. രണ്ടാമത്തെ ഉപയോഗം തൊട്ട് താഴെയുള്ള സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിക്കാൻ വേണ്ടി സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാൻ വേണമെങ്കിൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിന്റെ ഉപയോഗിക്കാം, ഫണ്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത് പറയാണ് നമ്മൾ ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ കേസസ് ആക്ടിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ കേസസ് ആക്ട് പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത നല്ല ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇന്റേണൽ ഡോക്യുമെന്റ് ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ടു പ്രോസസ് പേയ്മെന്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ, ഒരു ഇന്റേണൽ ഡോക്യുമെന്റ് ആണ്. എന്തിനു വേണ്ടിയാണ്? ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു പ്രോസസ് പേയ്മെന്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. എയിൽ പറഞ്ഞ ത്രിഫ്റ്റ് ഫയൽ, ഓപ്ഷൻ ബിയിൽ പറഞ്ഞ DV ഫയൽ, ഓപ്ഷൻ സി സസ്പെൻസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഫ്ലോട്ടിംഗ് പ്രൊവിഷൻ. ഏതാണ്? ഡിസ്ചാർജ് വൗച്ചർ ഫയൽ അല്ലെങ്കിൽ DV ഫയൽ എന്ന് ഓർത്ത് വെച്ചേക്കും അല്ലെ. ഡിസ്ചാർജ് വൗച്ചർ ഫയൽ അല്ലെങ്കിൽ DV ഫയൽ എന്ന് ഓർത്ത് വെച്ചേക്കും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രോപ്പർ ആയിട്ട് നമുക്ക് ഫോറിൻ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ദ കൺസെപ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്. അപ്പോൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു ഇന്ത്യ, ഓപ്ഷൻ ബിയിൽ പറയുന്നു റഷ്യ, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡിയിൽ പറയുന്നു EU അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് വരിക? യൂറോപ്യൻ യൂണിയൻ ആണ് കേട്ടോ. ഓക്കെ, മാർക്കറ്റിംഗ് സംഘങ്ങൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് സംഘങ്ങൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് എവിടെയാണ്? USA ആണല്ലേ. USA ഈസ് ഫേമസ് അല്ലെങ്കിൽ ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് സംഘങ്ങളെന്നോ അല്ലെങ്കിൽ USA ഈസ് ഫേമസ് ഫോർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ 3 ടയറിലായിരുന്നു നമുക്ക് പഠിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ അധികം അങ്ങനെ ചോദ്യങ്ങൾ വരുന്നില്ല. ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ മാർക്കറ്റിംഗ് സംഘങ്ങളെ കുറിച്ച് ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് യൂറോപ്യൻ യൂണിയൻ എന്നാണ് ആൻസർ വരിക കേട്ടോ. USA അവിടെ വന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മാർക്കറ്റിംഗ് സംഘങ്ങൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ രാജ്യം എന്ന് വെച്ചാൽ USA ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഭാവിയിൽ ചോദിച്ചാൽ എഴുതണം. അടുത്താണ് ദ പ്രോസസ് ബൈ വിച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഫസ്റ്റ് ഫോളോഡ് ബൈ അതർ ജോബ്. ഓപ്ഷൻ എ ഷെഡ്യൂളിംഗ്, ഓപ്ഷൻ ബിയിൽ പറഞ്ഞ പ്രൊക്രാസ്റ്റിനേഷൻ, ഓപ്ഷൻ സി പ്രയോറിറ്റൈസിങ്, ഓപ്ഷൻ ഡി ആക്ടിവിറ്റി ലോഗിംഗ്. ഏതാണ്? അതായത് ദ പ്രോസസ് ബൈ വിച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഫസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആദ്യം തീർക്കണം അല്ലേ. എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഫസ്റ്റ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം അല്ലെ, ബാക്കി പിന്നെ. അതാണ് ദ പ്രോസസ്. അതിന് പറയുന്നത് ഏതാണ്? ഷെഡ്യൂളിംഗ് എന്നാണോ, പ്രൊക്രാസ്റ്റിനേഷൻ ആണോ, പ്രയോറിറ്റൈസിംഗ് എന്നാണോ, അല്ലെങ്കിൽ ആക്ടിവിറ്റി ലോഗിംഗ് ആണോ? ഏതാണ് ഇവിടെ കറക്റ്റ്? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പ്രയോറിറ്റൈസിംഗ് ആണ്. ഓക്കെ, ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. പക്ഷെ ആദ്യം ചെയ്ത് തീർക്കേണ്ടത് അത് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്താ മുൻഗണന കൊടുക്കുക അല്ലെ, പ്രയോറിറ്റി നൽകുക എന്നൊക്കെ പറയത്തില്ല. അപ്പൊ പ്രയോറിറ്റൈസിംഗ് ആണ് ഇവിടെ ആൻസർ വരിക. അപ്പൊ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക. ഇപ്പൊ ചെയ്യേണ്ട ജോലി പിന്നെ ചെയ്യാം. നമ്മൾ പലരും ഇല്ലേ, ഞാൻ ഇന്ന് പഠിക്കും അന്ന് നാളെ പഠിക്കാം. ഇത് നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയാം. ഇപ്പോൾ ചെയ്യേണ്ടത് പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് മാറ്റി വെക്കുന്നതാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് ഓർത്ത് വെച്ചുക. പ്രൊക്രാസ്റ്റിനേഷനും ഒരു PYQ ആയിരുന്നു കേട്ടോ. പ്രൊക്രാസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ടും നമ്മളൊരു PYQ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ട ജോലി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുന്നതാണ് ആ പ്രൊക്രാസ്റ്റിനേഷൻ. പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജോലി അല്ലെ, അതിന് പറഞ്ഞ പ്രോസസ്സാണ്. ദ പ്രോസസ് ബൈ വിച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഫസ്റ്റ് ഫോളോഡ് ബൈ അതർ ജോബ്സ്. ഓക്കെ, അതാണ് പ്രയോറിറ്റൈസിങ്. അടുത്ത പറഞ്ഞപ്പോൾ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫിലോസഫി ഓഫ് കൺവേർട്ടിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഇൻറ്റു പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഏതാണ്?
ഏതാണ് ആൻസർ? ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്. ഓപ്ഷൻ ബി മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഓപ്ഷൻ സി ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓപ്ഷൻ ഡി പെയർഡ് കമ്പാരിസൺ. ഇതൊരു ഫിലോസഫി ഓഫ് കൺവേർട്ടിങ് ഓർഗനൈസേഷൻ ഒബ്ജക്ട് ഇൻ ടു പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിനെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആക്കി മാറ്റുന്ന ഒരു ഫിലോസഫി, അതിന് പറഞ്ഞ പേരാണ് എന്താണ്? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് ഓർത്ത് വെച്ച് വെക്കുക. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് ഓർത്ത് വെച്ച് വെക്കുക. ഓക്കെ. അടുത്ത ട്രെയിനിങ് യൂസിങ് പ്രൊസീജിയേഴ്സ് ആൻഡ് എക്യുപ്മെന്റ് സിമിലർ ടു ദോസ് യൂസ്ഡ് ഇൻ ദ ആക്ച്വൽ ജോബ് സെറ്റപ്പ് ഇൻ എ സ്പെഷ്യൽ വർക്കിംഗ് ഏരിയ. ഓപ്ഷൻ എ ജോബ് റൊട്ടേഷൻ. ഓപ്ഷൻ ബി ജോബ് അനാലിസിസ്. ഓപ്ഷൻ സി വെസ്റ്റിബ്യൂൾ. ഓപ്ഷൻ ഡി അപ്രന്റീസ്. ഏതാണ് ഇവിടെ അർത്ഥമായിട്ട്? ജോബ് റൊട്ടേഷൻ മാറ്റി മാറ്റി ചെയ്യുന്നു. ജോബ് അനലൈസ് എന്ന് പറഞ്ഞാൽ ചെയ്തത് നമ്മൾ അനലൈസ് ചെയ്യുന്നു. സോ ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നതാണ് വെസ്റ്റിബ്യൂൾ എന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. വെസ്റ്റിബ്യൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് മനസ്സിലാക്കുക. വെസ്റ്റിബ്യൂൾ എന്നാണ് ആൻസർ വരിക. അപ്പം ഒന്ന് ഓർത്ത് വെച്ചേ കേട്ടോ. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ തൊഴിൽ അന്തരീക്ഷം പോലെ സജ്ജീകരിച്ച മുറിയിൽ ജീവനക്കാർക്ക് നൽകുന്ന പരിശീലനം, അത്രേ ഉള്ളൂ കേട്ടോ. അതായത് ഒരു യഥാർത്ഥമായിട്ട് പോലെ തന്നെ അവർക്ക് നൽകുന്നു. അതിനാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുക കേട്ടോ. പഠിച്ചോണം കേട്ടോ, ഓർത്ത് വെച്ചേക്കുക എല്ലാവരും. നമുക്ക് ഇനി ഭാവിയിലാണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എനിക്ക്, ഇൻ ദ റേറ്റിംഗ് സിസ്റ്റം ക്യാമൽസ് ദ ലെറ്റർ എൽ റെപ്രസെന്റ്. എന്താണ് ലെറ്റർ എൽ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാമൽസിലെ? ഏതാണ്? എല്ലാവർക്കും അറിയാം. ലോങ്വിറ്റി, ലിവറേജ്, ലിങ്കേജ്. ഏതാണ്? ലിക്വിഡിറ്റി ആണ് എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ലിക്വിഡിറ്റി. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ബാങ്കിങ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാനുള്ളതാണ്. അതിലേക്ക് അധികം പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആണ് നല്ല ക്വസ്റ്റ്യൻ. ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രോംപ്റ്റ് ഡിസ്പോസൽ ഓഫ് ഡിസ്പ്യൂട്ട് ഇൻ സൊസൈറ്റീസ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് അവാർഡ്സ് ആൻഡ് ഡിഗ്രി? ഓക്കെ. ഇപ്പൊ തർക്കങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നതിലൊക്കെ അതിനൊക്കെ പ്രധാനപ്പെട്ട അതിൽ ഉത്തരവാദിത്തപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. ഓക്കെ. ഓപ്ഷൻ എ പറഞ്ഞു ഡയറക്ടർ ഓഡിറ്റ്. ഓപ്ഷൻ ബി പറഞ്ഞു രജിസ്ട്രാർ. ഓപ്ഷൻ സി പറഞ്ഞു പ്രിൻസിപ്പൽ സെക്രട്ടറി. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു പ്രസിഡന്റ്. അല്ലേ? വളഞ്ഞാണ് ചോദിച്ചേക്കുന്നത്. അത്ര നേരിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, നേരിട്ട് ചോദിച്ചേക്കുക. അതായത് ഡിസ്പ്യൂട്ട് ഒക്കെ പ്രോംപ്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനും. ഓക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യം. അതുപോലെ തന്നെ എന്താണ് അവാർഡിന്റെ എക്സിക്യൂഷൻ, ഡിഗ്രീസിന്റെ ഒക്കെ എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ട അതിനൊക്കെ ആ ഒരു പ്രോംപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ എന്താണ് റെസ്പോൺസിബിലിറ്റി ആർക്കാന്നാണ് ചോദ്യം. ആർക്കാണ്? ഇവിടെ രജിസ്ട്രാർ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. ഇപ്പൊ നമ്മൾ ഇതും ഒരു ലോയുമായി ബന്ധപ്പെട്ട് അവർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ സെക്ഷൻ 69 പഠിച്ചിട്ടുണ്ട് അല്ലെ ഡിസ്പ്യൂട്ടിനെ കുറിച്ച്. സെക്ഷൻ 69 ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡിസ്പ്യൂട്ടിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് തരംതിരിക്കുന്നത്? മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും അല്ലെ. മോണിറ്ററി ഡിസ്പ്യൂട്ട് അതുപോലെ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നൊക്കെ തരംതിരിക്കുന്നുണ്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ആരാണ് അതിന്മേൽ തീരുമാനം എടുക്കുക? മോണിറ്ററി ആണെങ്കിൽ അത് രജിസ്ട്രാർ ആണ് അല്ലെ. രജിസ്ട്രാർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഇവിടെ ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ. രജിസ്ട്രാർ ആണ്. അത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ്. സെക്ഷൻ 70 പ്രകാരമാണ് ആ വിധി വരുന്നത് അല്ലെ. അതായത് തർക്കവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് മേൽ വിധി പ്രഖ്യാപിക്കുന്നത് സെക്ഷൻ 70 പ്രകാരമാണ്. വിധി, ഉത്തരവ് അല്ലെങ്കിൽ തീരുമാനം അല്ലെ, അവാർഡ്, ഓർഡർ, ഡിസിഷൻ പഠിക്കാനുണ്ട്. സോ ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ, അപ്രോച്ച് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് മനസ്സിലാക്കുക, രജിസ്ട്രാർ ആണ് ഇവിടെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ സൊസൈറ്റി ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ജോയിൻ ആൻഡ് റിസൈൻ ഫ്രം ഹിസ് മെമ്പർഷിപ്പ് അറ്റ് ഹിസ് വിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അതായത് സൊസൈറ്റി നമുക്കറിയാം, ഇൻഡിവിജ്വൽ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം, ഇഷ്ടമില്ലാത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിസൈൻ ചെയ്യാം. നമുക്ക് മെമ്പർഷിപ്പിൽ നിന്ന് റിസൈൻ ചെയ്യാം. ഓക്കെ. ഇതെന്തുമായി ബന്ധപ്പെട്ട് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണോ, ഇക്വിറ്റി ആണോ, സോഷ്യൽ ജസ്റ്റിസ് ആണോ, വോളണ്ടറി അസോസിയേഷൻ ആണോ? നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ എനിക്കൊരു സംഘത്തിന് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് എന്താണ് ആരും ഫ്രീ ആയിട്ട് ഒന്ന് മെമ്പർഷിപ്പ് എടുക്കാം. ഓക്കെ. അവിടെ മെമ്പർഷിപ്പിന് പൈസ അടച്ച് മെമ്പർഷിപ്പ് എടുക്കാം. ഇനി എനിക്ക് മെമ്പർഷിപ്പിൽ തുടരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്യാം. ഏതിൽ വരും? ഇക്വിറ്റി ആണോ, സോഷ്യൽ ജസ്റ്റിസ് ആണോ, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണോ, വോളണ്ടറി അസോസിയേഷൻ ആണോ? ആ വോളണ്ടറി അസോസിയേഷനുകൾ പഠിക്കാനില്ലേ? വോളണ്ടറി അസോസിയേഷൻ ആണ്. ഒരാൾക്ക് താല്പര്യമുള്ളപ്പോൾ ഒന്ന് സംഘത്തിന് മെമ്പർഷിപ്പ് എടുക്കാം. വേറെ ആരും ചോദിക്കുകയൊന്നും വേണ്ട. നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പിനുള്ള അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും. യോഗ്യത വേണം കേട്ടോ. ഓക്കെ. ഇനി അതുപോലെ നമുക്ക് താല്പര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ താല്പര്യമില്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ മെമ്പർഷിപ്പിൽ നിന്ന് റിസൈൻ ചെയ്തു പോകാം. അതും ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, to prevent erosion in the values of corporation, IC appointed a committee headed by Dash in 1995. ഏതാണ്? FW റൈഫേസൺ ആണോ? ഒരിക്കലും അല്ല. DG കാർവേ അല്ല.
TN ഹജിലയുമല്ല, പിന്നെ ആരാണ്? ഡോക്ടർ ഇവാൻ മക്ഫേഴ്സൺ ആണ് എന്ന് ഓർത്ത് വെച്ച്. 1995 ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളതാണ്. വാല്യൂസും ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, കോർപ്പറേഷന്റെ വാല്യൂസ്, കോപ്പറേറ്റീവ് ഐഡന്റിറ്റി ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ ഇവാൻ മക്ഫേഴ്സൺ ആണ് എന്ന് ഓർത്ത് വെച്ചത്. റൈഫേഴ്സൺ ആരായിരുന്നു? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനിയാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവായിരുന്നു ആരെന്ന് പറയുന്നത്? FW റൈഫേഴ്സൺ എന്ന് ഓർത്ത് വെച്ചേക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അപ്പോസ്റ്റൽ ഓഫ് കോർപ്പറേഷൻ അല്ലെ, അപ്പോസ്റ്റൽ ഓഫ് കോർപ്പറേഷൻ എന്നൊക്കെ പറയാം, അതായത് കോർപ്പറേഷന്റെ തലതൊട്ടപ്പൻ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ഇന്ത്യൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടും നമുക്ക് ഇദ്ദേഹത്തിന്റെ പേര് പഠിക്കാറുണ്ട്, FW റൈഫേഴ്സിന്റെ. കാരണം നമ്മുടെ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആരാണ്? നിക്കോൾസനെയാണ്, ഫെഡറിക് നിക്കോൾസനെയാണ്. ഫെഡറിക് നിക്കോൾസനെ ഓർത്ത് വെച്ചേക്ക് 1892 മദ്രാസ് ഗവർണർ ആയിരുന്ന ലോർഡ് വെൻലോക്ക് എന്താണ് യൂറോപ്പിലേക്ക് ഡെപ്യൂട്ട് ചെയ്യുന്നുണ്ട്. നീ പോയി ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് വരുമെന്ന് പറഞ്ഞല്ലേ അല്ലെ? ആരെയാണ്? ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഫെഡറിക് നിക്കോൾസൺ. അങ്ങനെ ഫെഡറിക് നിക്കോൾസൺ ജർമ്മനി പോകുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആകെപ്പാട് എന്താണ്? അവിടെ 2 ടൈപ്പ് സംഘങ്ങളാണ്, അല്ലെങ്കിൽ ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനത്തിനെ 2 തട്ടായിട്ട് തിരിച്ചു എന്ന് പറയാം. ഒന്ന് നമ്മുടെ റൈഫേഴ്സൺ മോഡൽ സംഘങ്ങൾ, രണ്ടാമത്തത് ഷൂൾസ് മോഡൽ സംഘങ്ങൾ. ഇപ്പൊ റൈഫേഴ്സൺ മോഡൽ സംഘങ്ങളാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ മദ്രാസ് പ്രൊവിൻസിൽ കൂടുതൽ ആപ്റ്റ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം റൂറൽ ഏരിയയിലാണ്, പിന്നെ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല. ഷൂൾസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എബോവ് ആവറേജ് അല്ലെങ്കിൽ ടൗൺ ഏരിയാസിൽ, നഗരപ്രദേശങ്ങളിലായിരുന്നു ആരുടെ സംഘങ്ങൾ? ഷൂൾസ് മോഡൽ സംഘങ്ങൾ. അതൊരിക്കലും ഇന്ത്യയിൽ ആപ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? ഒന്നും ചെയ്തില്ല അല്ലെ, നമ്മുടെ റൈഫേഴ്സൺ മോഡൽ സംഘങ്ങൾ മതി. അതുകൊണ്ട് തന്നെ അദ്ദേഹം റിപ്പോർട്ടിൽ ഫൈൻഡ് റൈഫേഴ്സൺ എന്ന് പറഞ്ഞ തലക്കെട്ടോടെയാണ് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചെന്ന് പഠിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. DG കാർവേ പ്രിൻസിപ്പിൾ നമ്മുടെ 3rd സ്റ്റേജ് അല്ലെ, 3ാമത്തെ സ്റ്റേജ്. 1964 എന്ത് ചെയ്യാണ്? ICA ഒരു സബ് കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. അതിന്റെ ഹെഡായിരുന്നു DG കാർവേ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ് ഇവാൻ മക്ഫേഴ്സണും ഓർത്ത് വെച്ചേക്കുക, 1995 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ക്രാഫിക്കാർഡ് ടു റിവ്യൂ റൂറൽ ക്രെഡിറ്റ് വാസ് ബൈ ഡാഷ്. അപ്പൊ ക്രാഫിക്കാർഡ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം, ക്രാഫിക്കാർഡ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് ആരാണ് അല്ലെ? നോക്കിയേ, ഓപ്ഷൻ എയിൽ പറഞ്ഞു ഇന്ത്യൻ ഗവൺമെന്റ്, ഓപ്ഷൻ ബിയിൽ പറഞ്ഞു NCCE, ഓപ്ഷൻ സിയിൽ പറഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു NCDC. അപ്പൊ ക്രാഫിക്കാർഡ് കമ്മിറ്റിയെ രൂപീകരിച്ചത് ആരാടോ? ക്രാഫിക്കാർഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? ക്രാഫിക്കാർഡിന്റെ ഓമനപുത്രൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആരാണ്? നബാർഡിനെയാണ്. റൂറൽ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ റൂറൽ ക്രെഡിറ്റിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് വരിക. അപ്പൊ ക്രാഫിക്കാർഡ് കമ്മിറ്റി നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കണം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ന് ഓർത്ത് വെച്ചാൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ക്രാഫിക്കാർഡ് കമ്മിറ്റി രൂപീകരിച്ചത്. ഇപ്പൊ ക്രാഫിക്കാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് മുൻപോട്ട് പോകാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്രാഫിക്കാർഡിന്റെ ഫുൾ ഫോം ആണ് അല്ലെ. എന്താണ് ക്രാഫിക്കാർഡിന്റെ ഫുൾ ഫോം? കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഒന്നുകൂടെ പറയാം, കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ ക്രാഫിക്കാർഡ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാണ്? 1979 മാർച്ച് 30. 1979 മാർച്ച് 30 ക്രാഫിക്കാർഡ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? B ശിവരാമനാണ്. ആരാണ്? B ശിവരാമൻ. ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കാം മക്കളെ, B ശിവരാമനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമ്മിറ്റിയെ ശിവരാമൻ കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. ശിവരാമൻ കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെ നമുക്കറിയാം VBK റാവു, M രാമകൃഷ്ണ അയ്യർ, MR ഷറോഫ്, HS ശിവഗാമിയൊക്കെ ഈ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളായിരുന്നു എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തോണം കേട്ടോ. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ ശുപാർശകൾ നോക്കാം. ഒന്ന്, ഫോർമേഷൻ ഓഫ് നബാർഡ്. നബാർഡ് രൂപീകരിക്കണം.
പിന്നെ പറയുന്നുണ്ട് നമ്മുടെ RRBസിനെ റീഓർഗനൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷന്റെ ഫംഗ്ഷൻസ് അല്ലെ, ടു എൻകറേജ് ദ ഫംഗ്ഷൻസ് ഓഫ് അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷൻ, അങ്ങനെ ഒരുപാട് വളരെ വിശദമായിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ റെക്കോർഡർ ക്ലാസ്സിൽ ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ വിശദമായിട്ട് ഗ്രാഫിക് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് കാണുക. ഗ്രാഫിക് കാർഡ് കമ്മിറ്റി അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ടാണ് നിങ്ങൾ പഠിക്കണം. മറ്റ് 2 കമ്മിറ്റീസ് ഏതൊക്കെയാണ്? ഗ്രാഫിക് കാർഡ് നിങ്ങൾ പഠിക്കണം, സർവേ കമ്മിറ്റി, റിവ്യൂ കമ്മിറ്റി, ഗ്രാഫിക് കാർഡ് കമ്മിറ്റി, പിന്നെ ACRC കമ്മിറ്റി അല്ലെ, കുസ്രു കമ്മിറ്റി എന്ന് പറയും. കുസ്രു കമ്മിറ്റി പിന്നെ ഉണ്ട്, നമുക്ക് വളരെ വിശദമായിട്ട് പിന്നെയും, കാരണം പണ്ട് ഒരു 40 കമ്മിറ്റി പഠിക്കണം, നമ്മൾ ഇന്നൊരു 8 കമ്മിറ്റിയൊക്കെ പഠിച്ചാൽ മതി. നമ്മുടെ സിലബസിൽ ഏകദേശം 4ഓളം കമ്മിറ്റീസിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഗ്രാഫിക് കാർഡ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. സർവേ കമ്മിറ്റി നന്നായിട്ട് പഠിക്കുക, റിവ്യൂ കമ്മിറ്റി നന്നായിട്ട് പഠിക്കുക, ഗ്രാഫിക് കാർഡ് കമ്മിറ്റി നന്നായിട്ട് പഠിക്കുക. അടുത്താണ് അസറ്റ് കെപ്റ്റ് ഇൻ ലിക്വിഡ് ഫോം ടു മീറ്റ് ഇമ്മീഡിയറ്റ് ഡിമാൻഡ് ഫോർ ക്യാഷ് പേയ്മെന്റ് ബൈ കോപ്പറേറ്റീവ്സ് കമ്മിങ് അണ്ടർ ദി BR ആക്ട്. എന്താണ് അസറ്റ് കെപ്റ്റ് ഇൻ ലിക്വിഡ് ഫോം ആണ്. അതായത് നമ്മൾ ലിക്വിഡ് ഫോമിൽ കീപ്പ് ചെയ്യുന്ന അസറ്റ് എന്തിനു വേണ്ടിയാണ്? ടു മീറ്റ് ഇമ്മീഡിയറ്റ് ഡിമാൻഡ്സ് ഫോർ ക്യാഷ് പേയ്മെന്റ്. അതായത് പെട്ടെന്ന് കൊടുക്കേണ്ടതായിട്ടുള്ള, ഡിമാൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊടുക്കേണ്ട ഇമ്മീഡിയറ്റ് ക്യാഷ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫണ്ട് എന്താണ് ലിക്വിഡ് ആയിട്ട് കീപ്പ് ചെയ്യും. അതിന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് അല്ല, റിസ്ക് ഫണ്ട് അല്ല, പാർട്ണർഷിപ്പ് ഫണ്ട് അല്ല, പിന്നെന്താണ് ഫ്ലൂയിഡ് റിസോഴ്സ് ഫണ്ടാണ് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഫ്ലൂയിഡ് റിസോഴ്സ് ഫണ്ടാണ് ഓർത്ത് വെച്ചേക്കുക. അടുത്താണ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് P-കാർഡ് ഈസ് കൺഫൈൻഡ് ടു എ. ഒരു P-കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി ഓപ്ഷൻ എയിൽ പറയുന്നു വില്ലേജ്, ഓപ്ഷൻ ബിയിൽ പറയുന്നു താലൂക്ക്, ഓപ്ഷൻ സിയിൽ പറയുന്നു ബ്ലോക്ക്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു പഞ്ചായത്ത്. ഇപ്പൊ P-കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് P-കാർഡ് ബാങ്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. P-കാർഡ് ബാങ്ക് അല്ലെ, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ലോങ് ടേം ലോൺ കൊടുക്കുന്ന, അടുത്ത് വെച്ചേക്കുക, ലോങ് ടേം ലോൺ കൊടുക്കുന്ന സംഘങ്ങളെ നമ്മൾ 2 ടയറിലാണ് പഠിക്കുന്നത് അല്ലെ. 2 ടയറിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പെക്സ് ഉണ്ട്, പ്രൈമറി ഉണ്ട്. അപ്പെക്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രൈമറി ഉണ്ട്. അപ്പെക്സിൽ വരുന്നത് KS കാർഡ് ബാങ്കാണ്, ഓർത്ത് വെച്ചേക്ക്. അപ്പെക്സിൽ വരുന്നത് KS കാർഡ് ബാങ്ക്, പ്രൈമറി വരുന്നത് P-കാർഡ് ബാങ്ക്. P-കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി ഒരു താലൂക്ക് ആയിരിക്കും കേട്ടോ. P-കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ ഒരു താലൂക്കാണ് എന്നോർത്ത് വെച്ചേക്ക്. ഒരു താലൂക്കിലായിരിക്കും ഒരു P-കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി. അതിന്റെ അപ്പെക്സ് ആയിട്ട് KS കാർഡ് വരുന്നു. പിന്നെ ആനന്ദ് പാറ്റേൺ ഓഫ് മിൽക്ക് കോപ്പറേറ്റീവ്സ് ഹാസ് എ ഡാഷ് ടയർ സ്ട്രക്ചർ അല്ലെ. എത്ര സ്ട്രക്ചറിലാണ് വരിക പഠിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ 3 ടയർ സ്ട്രക്ചർ ആണെന്ന് ഓർത്തു വെച്ചു. എത്രയാണ്? 3 ടയർ സ്ട്രക്ചറിലാണ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ്സ് പ്രവർത്തിക്കുന്നത് എന്ന് ഓർത്തു വെച്ചേക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത്. കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിച്ചത് അല്ലേ. എല്ലാവർക്കും നന്നായിട്ട് ആൻസർ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ കോഴ്സിൽ നമ്മളെല്ലാം വളരെ വിശദമായിട്ട് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ആപ്പിലുണ്ട്. അപ്പം നമ്മളിവിടെ I+ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ ചുരുങ്ങിയ ഒരു ഫീസിൽ എന്താ പറയുക, വളരെ വിശദമായിട്ട് എല്ലാ ക്ലാസ്സസും നമ്മൾ ആപ്പിലൂടെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്പ് ക്ലാസ്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ കേട്ടോ. നമ്മൾ ആപ്പ് ത്രൂ നിങ്ങൾക്ക് റെക്കോർഡർ ക്ലാസ്സസ്, സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസ് നിങ്ങൾക്ക് ആപ്പിലൂടെ ലഭിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ തനത് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. അല്ലെ PYQ ഡിസ്കഷൻസുകൾ, മോഡൽ എക്സാംസുകൾ ഒക്കെ, എല്ലാം MCQs ഒക്കെ ആയിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയൊരു ഫീസിലാണ് നമ്മളിവിടെ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി 8606445522 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതാണ് നമ്മളിവിടെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.